അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലെങ്കിലും താടി വടിച്ച് തെളിയിക്കട്ടവരെ. എന്താ അവർക്ക് ഇത്ര വലിയ പണി? അത് കൊണ്ടുവരും ഹദീസ്. അള്ളാഹുവിന്റെ റസൂൽ താടി വടിച്ച ഹദീസ് കൊണ്ടുവരും. സഹാബത്ത് താടി വടിച്ച ഹദീസ് എന്നിട്ട് 10 കൊടുക്കും. അതല്ലേ മാന്യത. പിന്നെ എന്താ അറിയോ, ഈ താടി എന്ന് പറഞ്ഞത് എവിടെ മുളക്കണ രോമത്തിനാ പറയാ? ഇവിടെ മാത്രം മുളക്കണേ, ചുണ്ടിന്റെ താഴെ മുളക്കണേന് മാത്രമാണ് താടി എന്ന് പറയാ. ഇവിടെ മുളക്കുന്ന താടി എന്ന് പറയില്ല. അതെന്താ? താൻ എങ്ങനെ വെക്കണുള്ളൂ എന്നുള്ളതുകൊണ്ടാ, അതോ തനിക്ക് എങ്ങനെ മുളക്കണുള്ളൂ എന്നുള്ളതുകൊണ്ടാ? അറിഞ്ഞൂടാ. ഭാഷയിലുള്ളത് എന്താണ്? അൽ-ലിഹ്യതു ശഅറുൽ ഖദ്ദൈനി വദ്ദിഖൻ. 2 കവിളിലും താടിയിലും മുളക്കുന്ന രോമത്തിന് പറയുന്ന പേരാണ് ലിഹ്യത്ത്, താടി. താടി വളർത്തൽ ഫർളാണെന്നാ സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? താടി വളർത്തി സലഫി ആകണോ? താടി വളർത്തണം. താടി വളർത്താൻ മീശ വെട്ടുക. അത് റസൂൽ പഠിപ്പിച്ചാണ്, സഹാബത്ത് കാണിച്ചത്. 4 മദ്ഹബിലും അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. മദ്ഹബി പണ്ഡിതന്മാർക്ക് അത് ഹറാമാണെന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ റമളാൻ മാസത്തിലെങ്കിൽ അതൊന്ന് നിർത്തിക്കൂടെ കൂട്ടരെ? തെറ്റുകളൊന്ന് ഖേദിച്ചു മടങ്ങുന്ന മാസല്ലേ ഈ താടി പഠിക്കാന്നുണ്ട. തെറ്റെന്ന് ഞാനൊന്ന് ഖേദിച്ചു മടങ്ങട്ടേന്ന് തീരുമാനിച്ചൂടെ? അതൊന്ന് വലിച്ചെറിഞ്ഞൂടെ? രാവിലെ അത് ചരണ്ടിയിട്ടാ പള്ളിക്കൊക്കെ വരിക അല്ലേ? വെള്ളിയാഴ്ച അത് ചരണ്ടിയിട്ടാ ജുമയ്ക്ക് പോവുക. എത്ര മൂത്തോൽക്ക് അത് തീരെ മനസ്സിലാത്തത്. ചെറുപ്പക്കാർക്ക് എത്ര വലിയ മടിയില്ല ഇപ്പൊ താടി വളർത്താം. കുറച്ച് പ്രായം കൂടി 45-50 കഴിഞ്ഞോൽക്കാ വളർത്താൻ ഭയങ്കര മടി. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിരച്ചാണ്. നമ്മളെ തലയിൽ നിരച്ചുള്ളോ? അതെന്താ പഠിച്ചാത്ത? രാവിലെ പോയി പഠിച്ചോളി. പൈസ ചെലവാവൂലേ? പെണ്ണുങ്ങളെ ഏൽപ്പിച്ചാ മതി. ഓൾക്കൊരു ഡ്യൂട്ടി ആയിക്കോട്ടെ. നിത്യാന തല വരണ്ടത് എന്നെ നിരച്ചോണ്ടേ മീശ നിരച്ച. എന്താ നിങ്ങൾ പഠിച്ചാത്ത? അതില്ല. താടി, നിങ്ങളെ താടി ഒക്കെ നിരച്ച് നിങ്ങൾ പഠിച്ചാളി നോള് പറഞ്ഞു. ഓളപ്പം പോണ്ടി വരും നരകത്തേക്ക്. എവിടേക്കായി പോണത്? എന്തിനങ്ങൾ ഇത്ര ഇടങ്ങേറായി ഇതിൽ നിൽക്കുന്നത്? ഒന്നുകിലും മുസ്ലിമായി ജീവിക്കുക, അല്ലെങ്കിൽ കാഫറാൻ സമ്മതിച്ച് പുറത്തു പോകുക. ആരും ഞങ്ങളെ പിടിച്ചിവിടെ? ജനാധിപത്യ രാജ്യം പൊയ്ക്കോളിയും, കൊല്ലൊന്നുമില്ല. ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള കാലത്തുമാതിരി കൊല്ലൊന്നുമില്ല. പോകാം. മുർത്തദായവനെ കൊല്ലും ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ. ഇവിടെ കൊല്ലൊന്നുമില്ലല്ലോ, ജനാധിപത്യല്ലേ. അതുകൊണ്ട് സുഹൃത്തെ, മുസ്ലിം ആകുകയാണെങ്കിൽ മുസ്ലിമിന്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ ജീവിക്കണം. പണ്ടത്തെ കാരണന്മാരുണ്ട്, പട്ടിന്റെ കോലം കെട്ടിയൊന്ന് കൊരക്കലും വേണ്ടതെന്ന്. ഇന്നമാതിരി മുസ്ലിമാന്ന് പറഞ്ഞാൽ അതിന്റെ കോലവും ജയിലും ഒക്കെ വേണം, നടപ്പിലും വിരിപ്പിലും പെരുമാറ്റത്തിലൊക്കെ. സെലഫി എന്ന് പറഞ്ഞാൽ പോരാ, സെലഫി ആകണം. മനസ്സിലായില്ലേ? ഞാനും കേന്നമ്മ എന്താ കേന്നമായത്? അത് മറ്റവനൊക്കെ അപ്പുറത്ത്, അപ്പൊ ഞാൻ അപ്പുറത്ത്. ആ ജാതി ഇവിടെ വേണ്ട. കേന്നമ്മ പറയുന്ന ആദർശം ഉൾക്കൊണ്ടോ മതി ഇതില്. അല്ലാത്തവനെ കൊണ്ട് ഫിത്തന ഇനി ഉണ്ടാവും, ഒരു സംശയമല്ല. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അപ്പൊ താടി വെക്കൽ സുന്നത്തല്ലേ ഉള്ളൂ. സുന്നത്ത് തന്നെ എന്താ? എടുത്താ കൂലുണ്ട്, ഒഴിച്ചാ കുറ്റല്ല. അപ്പൊ താടി വെച്ചോൽക്ക് അതിന്റെ കൂലിട്ടും വെക്കാത്തോൽക്ക് അതിന്റെ ശിക്ഷയും ദൈവായി, വെച്ചാത്തോൽക്ക് ശിക്ഷ ഉണ്ടാവൂല. അങ്ങനെയല്ലേ? അല്ല, വുജൂബാണത്. താടി വളർത്തിന്റെ ഹുക്മെന്താ? നിർബന്ധം. അതുകൊണ്ടാണ് താടി വടിക്കുന്നതിന്റെ ഹുക്മെന്താന്ന് ചോദിച്ചാൽ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹറാം ആണ്. സലഫികൾക്ക് മുഴുവനും ഹറാമാണ്. ഇത് നമ്മളെ ആളുകൾക്കാണ് കേറുന്നില്ല. മക്കത്ത് പോയി ഹജ്ജ് ചെയ്തു വന്നോലും കൂടി താടി വടി നിർത്തിയിട്ടില്ല, പഠിച്ചുകൊണ്ടേയിരിക്കാണ് എല്ലാ രാജ്യന്മാരും. മക്കത്തുനിന്ന് ഓരോന്നിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യിച്ചെന്ന് എന്നാലും കാണാം ഇവിടെ വരുമ്പോ പഠിച്ചു പഠിപ്പിച്ച് ഇങ്ങനെ നടക്കണം. എന്തൊരു കഷ്ടാണത്. ആരെയാ നമ്മൾ നന്നാക്കാൻ പോണത്? നമ്മൾ നന്നാകണം ആദ്യം. മനസ്സിലായില്ലേ? പിന്നെ ചില ആള് താടി വടിക്കലാണ് നിർത്തിന്നേ ഉണ്ടാവുള്ളൂ. ഉമ്മിക്കരി വാഴ്ത്തച്ചമാര് പേരിനൊരു താടി. സുഹൃത്തെ, അതൊന്നും വലുതായിക്കോട്ടെ. എത്ര വെട്ടാൻ സഹാബികൾ വെട്ടിയത് ഒരു പിടി കഴിഞ്ഞിട്ട് ബാക്കിയാ. മാ ഫൗഖൽ ഖബ്ല, അതിൽ കുറച്ച് വെട്ടിയതായിട്ട് ഒറ്റ ഹദീസിലില്ല. അതുകൊണ്ട് ഒരു പിടി കഴിഞ്ഞ് ഞങ്ങൾക്ക് വെട്ടാം. ഇനി നമ്മുടെ സഹോദരിമാരെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത്. ഇപ്പൊ നമ്മളെ പർദ്ദ പൊതുവെ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ വ്യാപകമായി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ വേറൊരു ഫിത്തന, ചുരിദാർ നമ്മളെ വേഷല്ല. നല്ലോണം മനസ്സിലായിക്കോളി. സാരി നമ്മളെ വേഷല്ല. സാരി മുസ്ലിമിന്റെ വേഷല്ല. മുസ്ലിം പെണ്ണിന്റെ വേഷം ജിൽബാബ്, ശരീരത്തെ ഒന്നായി മൂടുന്ന പർദ്ദയാണ്. അല്ലാതെ മുസ്ലിം പെണ്ണിന്റെ വേഷമായിട്ട് സാരി പറഞ്ഞിട്ടില്ല. ചുരിദാറും അങ്ങനെ തന്നെയാണ്.